അതെ, എന്തോ ഒരു ശബ്ദം കേട്ട പോലെ. എന്ത് ശബ്ദം? ആരോ നടന്നു വരുന്ന പോലെ. ആയിരിക്കും. ലീലാവതി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അല്ല നരേട്ടാ, സത്യമായിട്ട് ഞാൻ കേട്ടതാ, വ്യക്തമായിട്ട് കേട്ടു. നരേട്ടാ ബാ, നമുക്ക് എഴുന്നേറ്റ് പോയി നോക്കാം. ബാ ലീലാവതി. അല്ല നരേട്ടാ, ഈശ്വരാ, രാമ 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 രാമ. ലീലാവതി, എണ്ണിക്ക്. ലീലാവതി, എണ്ണിക്ക് ചായ എടുക്ക. ലീലാവതി, നേരം വെളുത്ത് എണ്ണീക്കാൻ. എണീക്കാം. എന്താ, എന്ത് പറ്റി? ലീലാവതി വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. ലീലാവതി, എന്താ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നീ കിടക്ക, ഞാൻ പോരാ. എന്നാ പറ്റി ലീലാവതി ഇതുവഴിയൊക്കെ? ഈ വാക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ലീലാവതി. ഓ, എന്താ? ആരാ കൊച്ചേ? എന്നെ പുറകിൽ ആരോ വിളിച്ചു. ആര് വിളിച്ചെന്ന്? ആരും വിളിച്ചില്ലേ? എന്നതാ പ്രശ്നം? ഒരു വലിയ പ്രശ്നം. എന്ത് പ്രശ്നം? മാഞ്ചി. നമസ്കാരം ചേട്ടത്തി. കർത്താവേ, ഇത് എന്നതാ? ഇത് പരീക്ഷണമോ? ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എന്നതാ പ്രശ്നം? കാര്യം പറ. വീട്ടില് ഓടി നടക്കുവാ ചേട്ടത്തി. എന്നതാ? മാഞ്ചി അതുപോലെ തന്നെ. ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കൊച്ചുങ്ങളെ. അയ്യോ, ഇതുവരെ ഒന്നും ചേട്ടത്തിക്ക് മനസ്സിലായില്ലെന്ന്. എല്ലാം ഞാൻ ചേട്ടത്തി എല്ലാം പറയാം. വന്നാട്ടെ ചേട്ടത്തി, വന്നാട്ടെ. എവിടെ ആ കായ്ഫും കീഫും ഒക്കെ? എവിടെ? അതുങ്ങളെ എടുത്തോണ്ട് വാ. അയ്യോ മറിയ ചേട്ടത്തി, അതിനെ കാണുന്നതന്നെ പേടിയാ. അതെ, ഞങ്ങൾക്കത് എടുക്കാൻ പേടിയാ. അയ്യോ, അതെ, ആ ഹായ്പൂനെ മാഞ്ചിയൊക്കെ എടുത്തോണ്ട് വാ. അത്ര പേടിയാ. എനിക്ക് പേടിയാവുന്നു. മക്കളെ, നിനക്ക് ഭയങ്കര ഡിമാൻഡാണല്ലോ. എന്റെ അടുത്തേക്ക് കൊണ്ടുവരല്ലേ? അത് തന്നെ വേണ്ട, എടുത്തി വിട്ടേക്ക്. അത് തന്നെ വേണ്ട ഏട്ടത്തി. ഈ ആള് ജഗജില്ല. പിന്നെ ലതാകുമാരി എങ്ങനെയാ കയ്യെ വെച്ചേക്കുന്നത്? നമുക്ക് ഇനി എത്ര നേരം ചേട്ടത്തി? 12 അടിക്കാൻ 10 മിനിറ്റ്. മുകളിൽ നിന്ന് വരുന്ന വിളിയും കാതൊക്കെയാണ്. നമുക്ക് ഇനി പനി പിടിച്ചാലെന്ത്, ഭ്രാന്ത് പിടിച്ചാലെന്ത്. എന്നതായാലും ശരി, ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് ആ കായ്പൂനെയും കൂടി എടുത്തോണ്ട് വാ. അപ്പൊ ഇവനാണ് ആദ്യം നേട്ടവും പിന്നെ കോട്ടവും ഒക്കെ കൊണ്ടുവന്ന മാഞ്ചി. ഇവനാള് കൊള്ളാവല്ലോ. അയ്യോ, കൊള്ളാന്നൊക്കെ മായ കൊണ്ട് തോന്നിക്കുന്ന ഇടത്തി. ഇവനാള് ഭയങ്കര
ചേട്ടനാ. ഇതാ ഹായ്പു. ലതാകുമാരി ഇത് ഏത് മാന്ത്രികന്റെ അടുത്തു നിന്നാ വാങ്ങിച്ചേ? വാസ്തുശാസ്ത്രമൊക്കെ അരച്ച് കലക്കി കുടിച്ച ഒരാളുണ്ട്, മഹാജ്ഞാനിയാ. അങ്ങേരാണ് എനിക്ക് തന്നത്. അല്ല, ഈ മഹാസാധനം എത്ര രൂപ വെച്ചാ ഇവർക്ക് വിറ്റത്? ഹായ്പുവിന് 300, ആ. മാഞ്ചയ്ക്ക് 500. ആഹാ. പിന്നെ മാഞ്ചയ്ക്കാണ് പവർ കൂടുതൽ. 500 കൊടുത്താൽ ഒട്ടും നഷ്ടമില്ല. കഴുതയെ കണ്ടിട്ടില്ലേ? യജമാനന്റെ സ്വർണവും വെള്ളി അടങ്ങുന്ന പാണ്ഡങ്ങളായിരിക്കും. പക്ഷേ ആ പാവത്തിന് അത് വിധിച്ചിട്ടുണ്ടോ? കൊണ്ട് നടന്നോടാ നട. ഇടയ്ക്ക് ചമ്മട്ടി വീഴും, ശകാരം കേൾക്കേണ്ടി വരും. അതെ, ചിലയിടത്ത് ജോലിക്കാര് കഴുതകള്, ഇവിടെ ഉടമസ്ഥരാ കഴുതകള്, മരക്കഴുതകൾ. ജ്ഞാനിയായ ഒരാള് കൊടുത്ത ദിവ്യശക്തിയുള്ള മാഞ്ചി പ്രതിമ വാസ്തുവിധി പ്രകാരം വീട്ടിനുള്ളിലാ സ്ഥാപിക്കേണ്ടത്. അതിനെ 300-500 രൂപയ്ക്ക് കച്ചവടം അടിച്ച ലതാകുമാരിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഐശ്വര്യത്തോടെ വീട്ടിൽ സ്ഥാപിച്ചവർക്കോ നിറയലും പനി. ഇതിലെവിടെയോ ഒരു പൊരുത്തക്കേടില്ലേ? കൊള്ളാം നാരായണ, ഇതിലെന്തോന്ന് പൊരുത്തക്കേട്? അങ്ങോട്ട് മാറിക്ക് വെച്ച. ഇല്ലേ, ഒരു പൊരുത്തക്കേടും ഇല്ലേ? ആലോചിച്ച് പറഞ്ഞാ മതി എന്റെ ലതാകുമാരി. ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടോ ഇല്ലയോ? 5 വരെ എണ്ണും, അതിനുള്ളിലുള്ള സത്യം പറഞ്ഞോളണം. ആ, 1, 2, 3, 4. ഇത് ഞാനിതൊന്നൊന്നുമല്ല. ആ, അങ്ങനെ കഴിക്കുവാ. വഴി കിടന്ന് കിട്ടിയത്. ആക്രി സാധനങ്ങള്, ഇതിന് ശക്തിയൊന്നുമില്ല. ഞാൻ ഇതിന്ന് 10 കാശ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓരോന്ന് ഒപ്പിച്ചതാ. അല്ലേ ചേട്ടത്തി, അപ്പൊ ഈ പ്രതിമ വന്നപ്പോ കാശ് വന്നത്? ഇത് വന്നപ്പോ ആകാശത്തുനിന്ന് കാശ് പൊഴിഞ്ഞു വീണോ? അതോ വീട്ടിലെ മരത്തിൽ കാശുകൾ കൊലച്ചു വന്നോ? ഇല്ലല്ല, കിട്ടാനുണ്ടായിരുന്ന തുക കിട്ടി. അതെപ്പോഴായിരുന്നാലും കിട്ടും. നീ ഇവിടെ നിൽക്കേ. എന്റെ കൊച്ചുങ്ങളെ, നമ്മൾ ആരാധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമായ ചില ശക്തികളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? നന്മ, സ്നേഹം, സത്യം. ആ ശക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നാവാൻ കായ് മാഞ്ചി ഒന്നും വേണ്ട. ഭക്തിയും വിശ്വാസവും ഫാങ്ഷയും വാസ്തുവും ഒക്കെ ബലം കൂട്ടും. ആർക്ക്? നന്മയുള്ള മനുഷ്യർ. ബലമില്ലാത്ത അസ്ഥിവാരത്തിന് മുകളിൽ കെട്ടിടം കെട്ടിയാൽ ഉറയ്ക്കുമോ? നന്മയും സ്നേഹവും ഇല്ലാത്തവൻ 24 മണിക്കൂറും ഭജനവിരുന്നാലും ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ കയ്യിൽ കൊണ്ട് നടന്നാലും മനസ്സിന് ബലം കിട്ടില്ല, ഇടിഞ്ഞു വീഴും. നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവും സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ ദേ ഇങ്ങനെയുള്ള തട്ടിപ്പ് നമ്പറുമായി ആർക്കും ചിത്രപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിലായോ? പനി വരുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഖായ്ഫും മാഞ്ചിയും പിടികൂടുകയാണെന്ന് പേടിക്കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഞാൻ എന്തരക്ക പോകണമെന്ന് ധൃതിയുണ്ടാ? ചേട്ടത്തി, ചേച്ചി ഒന്നും ചെയ്യല്ലേ, പാവം. അതെ അതെ, ഞങ്ങൾ അപേക്ഷിക്കുക അവരെ വെറുതെ ഇവിടെ മറിയിച്ചു. ഞങ്ങൾക്ക് അവരെ ഇങ്ങ് വിട്ട് തന്നേക്കണം. നമ്മൾ ഇതിന് പ്രതികരിക്കണം. നമ്മുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉള്ളതാ. അവർക്കൊന്നും സ്വസ്ഥമായി പുറത്തിറങ്ങി അടക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇടപെടണം. അല്ല, ഈടായിട്ട് പണ്ടത്തെ ഒരു ശല്യം ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതെ അതെ, പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരാളെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അയാളെ വിവാഹം കഴിച്ചു പോയതോടെ ഒരല്പം കുറവ് വന്നിട്ടുണ്ടെന്നാ പൊതു സംസാരം. ഓഹോ, അതാരാ? അല്ല, ആരായാലും അവനെ പോലുള്ളവരെ കൈകാര്യം ചെയ്യണം. ഓ, ഇതൊക്കെ പ്രായത്തിന്റെ ഓരോ ഇളക്കങ്ങളാ. അങ്ങനെ അങ്ങ് കരുതന്റെ പത്മകുമാറേ. ഇതാ കുഴപ്പം. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയും പോലെ നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, പക്ഷെ ഞാനിത് പ്രശ്നമാക്കും. വഴിയിൽ വായി നോക്കി നിൽക്കുന്നവരുടെ വീട്ടിൽ ഞാൻ വിളിച്ചു പറയും. അമ്മ പെങ്ങന്മാർക്ക് ജീവിക്കണമല്ലോ. ഇപ്പൊ തന്നെ ഞാനില്ലാത്ത അവസരങ്ങളിൽ എന്റെ സൂസിക്കൊന്ന് പുറത്തു വേണ്ടി വന്നു.
ഈ വായി നോക്കിയുടെ മുമ്പ് കൂടെ തന്നെയല്ലേ പോകേണ്ടത്? ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നമ്മുടെ ലൈനിലെ സകല ഭൂവാലന്മാരെയും കൈകാര്യം ചെയ്യുക, അതാണ് ഇന്നു മുതൽ ഈ പത്മകുമാറിന്റെ ജീവിത ലക്ഷ്യം. ലോക ഭൂവാലന്മാരെ രക്ഷപ്പെട്ടോളി. എന്റെ ദൈവമേ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നായിരുന്നു, ഇപ്പൊ കയ്യോടാ. അയ്യേ അയ്യയ്യേ, ഒരു നാത്തും വിചാരിച്ചിട്ട് വേറൊരു ഒതുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഭാവി തലമുറ ചേച്ചിയെ നോക്കി കളിയാക്കും. എന്നാ ഞാൻ ഡയറക്റ്റ് ആയിട്ടൊന്ന് ഏറ്റുമുട്ടിയാലോ? അത് പാടില്ല ചേച്ചി. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇല്ലായ്മയുടെ ലക്ഷണമാണ്. ബുദ്ധി കൊണ്ടുള്ള യുദ്ധമാണ് ക്ലാസിക് യുദ്ധം. ഞാനൊരു ബുദ്ധി പറയട്ടെ. പറ. അതായത് ചേച്ചി മറിയ ചേട്ടത്തെ ഇങ്ങോട്ട് ക്ഷണിക്കണം. മറിയ ചേട്ടത്തി ഇവിടെ വരും. മറിയ ചേട്ടത്തിയുടെ മുമ്പിൽ വെച്ച് സൂസിയെ പ്രകോപിപ്പിക്കണം. സൂസി അപ്പോ സഹിച്ചേച്ചി എടുത്ത് ചൂടാവും. മറിയ ചേട്ടത്തിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുമ്പോ മറിയ ചേട്ടത്തി സൂസിയെ ഫയർ ചെയ്യും. സൂസി എന്തെങ്കിലും തിരിച്ചും പറയും. മറിയ ചേട്ടത്തിന്റെ ഉറപ്പാണ് സൂസിയെ തല്ലും. അതോടെ സൂസിയുടെ ചാട്ടവും തീരും. എങ്ങനുണ്ട്? കൊള്ളാവല്ലോടാ ഓടിക്കേ, നല്ല ഐഡിയ ആണല്ലോ. നമസ്കാരം ചേർത്തി. നമസ്കാരം. അല്ല, ഇതാരൊക്കെയാ ഇത്? വാ വാ വാ, കേറി വാ. എന്നതാ ഈ വഴിയൊക്കെ? എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ മുതൽ എനിക്ക് ഒരേ ആഗ്രഹം, എന്റെ മറിയ ചേർത്തി ഒന്ന് കാണണം, എന്റെ മറിയ ചേർത്തി ഒന്ന് കാണണമെന്ന്. സത്യമാണ് ചേട്ടത്തി. ഇന്ന് കാലത്ത് നോക്കുമ്പോണ്ട് ഉമ്മറത്ത് വിദൂര തിലക് ദൃഷ്ടിയും വായിച്ചിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ പറയാണ്, എനിക്ക് ഉടനെ മറിയ ചേട്ടത്തിയെ കാണണം, മറിയ ചേട്ടത്തിയെ കാണാൻ ഒരു വിങ്ങലെന്ന്. എന്നതാ കൊച്ചേ, അത് കൊള്ളാവല്ലോ. ആ, ഞാൻ അങ്ങനെ മറിയ ചേർത്തി. എനിക്ക് മുതിർന്നവരെ ബഹുമാനിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ചില പെണ്ണുങ്ങൾ ബഹുമാനിക്കത്തേ ഇല്ല. ഓടിക്കെ പറഞ്ഞ് നേരെ എടുത്തി. ചില അഹങ്കാരി പെണ്ണുങ്ങളുണ്ട്, ആരോട് എങ്ങനെ സംസാരിക്കത്തില്ല. ഏത് പെണ്ണായാലും കൊള്ളാം. ദേ, എന്റെ പ്രസൻസിൽ തരം മറന്ന് തറുതല പറയാൻ വന്നാലേ പറയുന്ന വായിൽ പല്ലെറണം, പിന്നെ കാണുകയില്ല. എന്ന് വെച്ചാൽ അടിച്ച് താഴെ ഇടുവന്ന്. മതി എടുത്തി, അത് മതി. അങ്ങനെ വേണം. അതിനൊക്കെയുള്ള പവർ എന്റെ മറിയ ചേർത്തി ഉള്ളൂ, അല്ലേടാ? മറിയ ചേർത്തി, എന്നതാ കൊച്ചേ? അതെ, ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരണം. എന്നതാ കാര്യം? വിശേഷം വല്ലതും ആണോ? വിശേഷമായിട്ടൊന്നുമില്ല. മറിയ ചേട്ടത്തേക്കൊപ്പം ഒരല്പസമയം ചെലവഴിക്കണം. അതൊരു പുണ്യമല്ലേ എടുത്തി? എന്റെ കർത്താവേ, ഈ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാൾ മെച്ചമാണ് പുണ്യാത്മാക്കളെ കാണുന്നതെന്ന് പറയും, അല്ലേ? അതെ, ചേട്ടത്തി വരണം. വരാ, ഞാൻ വരാ. വന്നാട്ടെ വന്നാട്ടെ വരണം. വന്നാട്ടെ ഇരുന്നാട്ടെ, ഇരിക്കണം. ഓടിക്കെ ചേട്ടത്തിക്ക് കുടിക്കാൻ ആദ്യം തണുത്ത മിണ്ടായിരുന്നോ അവിടെ? ആ, മറിയ ചേട്ടത്തി എന്റെ ഗസ്റ്റാ. വീട്ടിൽ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് അതിഥികളല്ല തീരുമാനിക്കേണ്ടത്. പോയി സൂസിയെ വിളിക്ക്, മറിയ ചേർത്തി വന്നിരിക്കുന്നെന്ന് പറയും. അല്ല, അതിപ്പോ വേണ്ടേ, സൂസിയെ വിളിക്കണ്ട. അതെന്നാ അത്? സത്യം പറഞ്ഞ പുതുപ്പെണ്ണിനെയും കൂടെ കാണാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. വിളിക്ക് വിളിക്ക്. മറിയ ചേട്ടത്തിക്ക് ഒന്നും തോന്നരുത്, സൂസിയെ വിളിക്കാതിരിക്കുന്ന നല്ലത്. അതെന്നാ, എന്തേലും അസുഖമറ്റോ ആണോ കൊച്ചേ? അതെ, ഇതൊരു അസുഖമാണ്. ഇതിന് മരുന്നുണ്ട്. തല്ല്, നല്ല ഒന്നാം തരം തല്ല്. നിങ്ങൾ കാര്യം പറയുന്നേ. തീ തിന്നുക ചേട്ടത്തി, തീ. സച്ചിച്ചിതേ, വേണ്ട, കരയരുത്. നമ്മുടെ പ്രശ്നങ്ങള് മറ്റൊരാളോട് നമ്മൾ കാണിക്കരുത്. അവരുടെ ഉല്ലാസവതികളാവണം, സന്തോഷം നടിക്കണം. ഉള്ളിലും നെരുപ്പോട് എരിയുമ്പോഴും നമ്മൾ ആഹ്ലാദചിത്തരാകണം. മെഴുക് തിരി പോലെ സ്വയം ഉരുകി തീരുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം പരത്തണം. അറിയാവോ? അതെ, അത് എനിക്ക് സന്തോഷം തന്നെ. എനിക്കൊരു വിഷമമില്ല എടുത്തി. ഹാപ്പിയാ, വെരി വെരി ഹാപ്പി. കണ്ടോ എന്റെ സന്തോഷം കണ്ടോ ചേട്ടത്തി? എന്താ സംഗതി?
എന്താ സതിയുടെ വിഷമം? ഏയ്, ഏയ്, ഒരു വിഷമമില്ല എടുത്തി. അല്ല ഞാൻ പറയാം. വേണ്ട, ഒടിക്കം ഉണ്ടായിരിക്കേ. ഒന്നുമില്ല എടുത്തി, എനിക്കൊരു വിഷമവും ഇല്ല. ഇല്ല, ഞാൻ പറയും. എനിക്കിത് പറഞ്ഞേ പറ്റൂ. എനിക്കിത് കണ്ടോണ്ട് സഹിക്കാനുള്ള ത്രാണിയില്ല. അതുകൊണ്ടാ ഞാൻ പറയും. എത്രയെന്ന് വെച്ചാ, അതെ, കല്യാണം കഴിഞ്ഞു, സതി ചേച്ചിയുടെ കണ്ണീരും തുടങ്ങി. ഒരു സ്ത്രീ എത്രയെന്ന് പറഞ്ഞാ ഇതൊക്കെ സഹിക്കുന്ന? ഉണ്ടാക്കിയടാ. ആര് പറഞ്ഞു? ഞാൻ ഹാപ്പി എടുത്തി. ഐ എം വെരി വെരി ഹാപ്പി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നതാ കൊച്ചേ? അതെ ചേട്ടത്തി, ഞാൻ പറയാം. പത്മകുമാറിന്റെ ഭാര്യ സൂസി ഒരു തലതെറിച്ച കുട്ടിയാ. ദേ, തർക്കുത്തരം, എടുത്തുചാട്ടം, ദേഷ്യപ്പെടൽ, അധികാരം കാണിക്കല്. ഞാൻ പറയാം. ദേ, ഇന്നലെ രാത്രി സതി ചേച്ചി ചോറ് വളർന്നു. ചോറ് നന്നായിട്ട് വെന്തില്ല എന്നും പറഞ്ഞ് ആ ചോറും കലം എല്ലാം കൂടെ സതി ചേച്ചിയുടെ തലവഴിയെ തട്ടി. എന്നിട്ട് എന്റെ കാര്യം പോട്ട്, ആ ചോറ് കലം അവിടെ തന്നെ അടിച്ച് സഹിക്കുമോ? പക്ഷെ എനിക്ക് വേദനിച്ചില്ലല്ലോ. ഒട്ടും വേദനിച്ചില്ല, ഇനി ഒട്ടും വേദനിക്കയില്ല. എന്റെ സഹോദരന്റെ ഭാര്യ എന്നെ തല്ലിയത്. ഞാൻ ഇഷ്ടപ്പെടുന്നവർ എന്നെ തല്ലിയ എനിക്ക് വേദനിക്കത്തില്ല. വേദനിച്ചില്ലെന്നാ? ആ തല്ലിന്റെ കിടച്ചോന്നുള്ള സൗണ്ട് കേട്ടിട്ട് ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കൂടെ ഓടി കൂടി ഇവിടെ. ആര് സഹിക്കും? അവളെ ഒന്ന് വിളിക്ക്. വേണ്ട വേണ്ട, അവളെ വിളിക്കണ്ട. ഇനി എന്റെ മറിയ ചേട്ടത്തിയോട് അവള് തറതല പറയുന്ന കേൾക്കാനുള്ള കാര്യത്തെ എനിക്കില്ല. എന്ന് വിളിക്കാ കൊച്ചിനെ. അയ്യോ, കൊച്ചു കണ്ണു കിടക്ക്.